ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിപ്പോ കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങള് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ മതി. കാര്യങ്ങൾ സ്മൂത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോ എതിർത്ത് തോൽപ്പിക്കാനാവും അയാളുടെ വരവ്. അങ്ങനെയാണെങ്കിൽ അയാൾ ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? നീ ചോദിച്ച പണം തരാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ ഇന്ന് ബാങ്കിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് നാളെ പൈസ എടുത്ത് തരാൻ പറ്റൂ. മതി. ആ, പക്ഷേ അതുവരെ കുഞ്ഞിന്റെ കാര്യമൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയല്ല. ഓ, അതായത് കുഞ്ഞിനെ ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തിക്കണോന്ന്. ആ, എന്നിട്ട് പണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണോന്ന്. ആ, നിങ്ങളുടെ വയസ്സ് പോലെ തന്നെ ബുദ്ധിക്ക് നല്ല പഴക്കമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരം പറയാൻ നിൽക്കരുത്. തൽക്കാലേ വേറെ മാർഗമില്ലാത്തോണ്ടാ. ആര് പറഞ്ഞു മാർഗമില്ലെന്ന്? സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ആ വീടിന്റെ ആധാരം എടുത്തോ. എന്നിട്ട് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി എനിക്കത് ഇഷ്ടദാനം തരാണെന്ന് പറഞ്ഞ് ഒരു മുദ്രപത്രം റെഡിയാക്കിക്കോ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നാ മതി. നീ എല്ലാം കൂടെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ. ഇനി കണക്ക് പറച്ചിലല്ലാതെ നിങ്ങളോട് എനിക്ക് എന്താ ബാക്കിയുള്ളത്? എന്നെ പെരുവഴിയിലിറക്കിയ നിങ്ങളെ പെരുവഴിയിലാക്കിയിട്ടേ വീണ ഇനി വിശ്രമിക്കൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? വീടിന്റെ ആധാരം മുദ്രപത്രം. ഇത് രണ്ടും കൃത്യമായിട്ട് എന്റെ അടുത്ത് എത്തിയാൽ മാത്രം ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാ മതി. അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. ഹലോ, അമ്മവാ, എന്തു പറ്റി അമ്മാവ? അവൾ എന്താ പറഞ്ഞത്? ഓക്കെ, ഈ വീടിന്റെ ആധാരം വേണം. അത് മാത്രമല്ല, ഇഷ്ടദാനം എഴുതിയ പത്രവും. വലയില് വീണ് കിടക്കാടെന്നറിഞ്ഞപ്പോ അവളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചതാ. അമ്മാവിന്റെ തീരുമാനം എന്താ? കുടിക്ക കുടിക്ക. ഹരിയാണല്ലോ. ആ, ഹരി, മോനിവിടുന്ന് പോയായിരുന്നോ? ആന്റി, ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാനിങ്ങി പോകുന്നു. നിത്യയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ള കുഴപ്പങ്ങൾ ഹരിക്കറിയാലോ. ആന്റി, നിത്യയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ആ, ശരി. സംസാരിക്കും മോളെ. ഹരി, നിത്യ, താൻ പേടിക്കണ്ട കേട്ടോ. ആദിമോനൊന്നും സംഭവിക്കില്ല. ഞാൻ ആദിമോനെ തെരഞ്ഞിറങ്ങുക. എവിടേക്ക്? ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. താൻ ഒരുപാട് നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരില്ല. ഞാൻ ആദിമോനെയും കൊണ്ടേ തന്റെ അടുത്തേക്ക് തിരിച്ചെത്തൂ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണല്ലേ? അല്ലടോ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ, എന്റെ വാക്കുകളെ വിശ്വാസമുണ്ടെങ്കിൽ താൻ കാത്തിരുന്നോ. മോനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും.
ആദ്യമോനെ അന്വേഷിച്ച് പോവാണെന്ന്. ആദ്യമോനെയും കൊണ്ട് തിരിച്ചു വരൂ എന്നും പറഞ്ഞു. മനുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതിന്റെ ഇടയില് ഹരി എവിടെ പോയി കണ്ടുപിടിക്കാന്? എനിക്കറിയില്ലമ്മേ. പക്ഷെ ഹരിയുടെ വാക്കിൽ എന്തോ ആത്മവിശ്വാസമുണ്ട്. ഹരിക്കതിന് സാധിക്കട്ടെ. ദൈവം കനിയാണെങ്കിൽ ആദ്യമോനെ കാണിച്ചു കൊടുക്കട്ടെ. അമ്മേ, എല്ലാവരും പുറത്തുണ്ടോ? ഉണ്ട്. ജ്യോതി ഉൾപ്പെടെയാ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങി ചെല്ലാൻ ഒരു മടി. ഹോസ്പിറ്റലായതുകൊണ്ട് ആരും കൈ ഉയർത്തുന്നില്ല. അല്ലെങ്കിൽ അതും ചെയ്തേനെ അല്ലേ അമ്മേ? പരിഹാരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് മോളെ. ആദ്യമോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. ഈശ്വരാ, എന്റെ മോൻ ഇപ്പൊ എവിടെയായിരിക്കും? ഞാനിപ്പോ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് ഇറങ്ങും. നിങ്ങള് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ മതി. കാര്യങ്ങൾ സ്മൂത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോ എതിർത്ത് തോൽപ്പിക്കാനാവും അയാളുടെ വരവ്. അങ്ങനെയാണെങ്കിൽ അയാൾ ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? വീണാൻറ്റി എന്നോട് പൂട്ടിട്ടിരിക്കുക. വീണാൻറ്റി എന്നെ നിത്യാമ്മയുടെ അടുത്ത് നിന്ന് ആരോ പിടിച്ചോണ്ടും വന്നു.